ആഫ്രിക്കൻ മണ്ണിൽ കൊടിയ ചതി നടന്നിരിക്കുകയാണ്. ഇസ്രയേലിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഒരു മുസ്ലിം ഭരണാധികാരി മുസ്ലിം ലോകത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്ന, അല്ലെങ്കിൽ ലോകത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ലോക ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന അതീവ രഹസ്യമായ ഒരു സൈനിക രാഷ്ട്രീയ നീക്കം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. 100% മുസ്ലിം ജനസംഖ്യയുള്ള ഒരു രാജ്യം ഇസ്രയേലിനെ തങ്ങളുടെ മണ്ണിലേക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നതിന് വേണ്ടി ഇസ്രയേലിലെത്തി ഒപ്പുവെച്ചിരിക്കുകയാണ് സോമാലി ലാൻഡ് എന്ന രാജ്യം. സൊമാലിലാൻഡ് എന്ന ആഫ്രിക്കൻ ഭൂപ്രദേശം ഇസ്രയേലുമായി കൈകോർക്കുമ്പോൾ ഇത് ഇസ്ലാമിക ലോകത്തോടുള്ള ചതിയോ അതോ ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള അവസാന പോരാട്ടമോ എന്നതാണ് ലോകം ഇപ്പോൾ ചോദിക്കുന്നത്. നിസ്സംശയം പറയാം, ഇതൊരു അതിജീവനത്തിനുള്ള പോരാട്ടമായിരിക്കില്ല. ഇസ്രയേലിൻ്റെ ചരിത്രം ചതിയുമായി ബന്ധപ്പെട്ടതാണ്. താൽക്കാലിക ലാഭം ഒരുപക്ഷെ സൊമാലിലാൻഡിന് സംഭവിച്ചേക്കാം. പക്ഷേ അത് സൊമാലിലാൻഡിൻ്റെ പുരോഗതിക്കോ സൊമാലി ലാൻഡിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങൾക്കോ വേണ്ടിയായിരിക്കില്ല. മറിച്ച് ഇസ്രയേൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ ഭൂമിയെ പരുവപ്പെടുത്തുന്ന കാഴ്ചയായിരിക്കും ലോകമിനി കാണാൻ കിടക്കുന്നത്. എന്താണ് സൊമാലിലാൻഡും ഇസ്രയേലും തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് പിന്നിലുള്ള യഥാർത്ഥ കാരണമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിനു മുൻപേ എന്താണ് സൊമാലിയയും സൊമാലിലാൻഡും തമ്മിലുള്ള പ്രശ്നം എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും കരുതുന്നത് സൊമാലിലാൻഡ് എന്നത് സൊമാലിയയുടെ ഭാഗമാണ് എന്നാണ്. എന്നാൽ ചരിത്രം മറ്റൊന്നാണ്. മുൻപ് ബ്രിട്ടീഷ് കോളനിയായിരുന്ന സൊമാലിലാൻഡ് 1960 സ്വാതന്ത്ര്യം നേടി ദിവസങ്ങൾക്കകം ഇറ്റാലിയൻ കോളനിയായിരുന്ന സൊമാലിയയുമായി ചേർന്ന് ഒരൊറ്റ രാജ്യമായി മാറി. എന്നാൽ സൊമാലിയൻ ഏകാധിപതിയായിരുന്ന സിയാദ് ബാരയുടെ ക്രൂരമായ ഭരണവും കൂട്ടക്കൊലകളും സഹിക്കവയ്യാതെ 1991 സൊമാലിലാൻഡ് സൊമാലിയയിൽ നിന്നും വേർപിരിഞ്ഞ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പക്ഷേ അവർ ഒരു രാജ്യമായി പ്രഖ്യാപിച്ചുവെങ്കിലും ആ പ്രദേശത്തെ ഒരു രാജ്യമായി ഏതെങ്കിലും തരത്തിലുള്ള രാജ്യം അംഗീകരിച്ചിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. ആദ്യമായി അവർ രാജ്യമായി അംഗീകരിക്കുകയാണ് ഇസ്രയേൽ. കഴിഞ്ഞ 35 വർഷമായി സൊമാലിലാൻഡിന് സ്വന്തമായി ഒരു ഭരണഘടനയുണ്ട്, ജനാധിപത്യ തലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുണ്ട്, സ്വന്തം നാണയവും പാസ്പോർട്ടുമുണ്ട്. സൊമാലിയ ദാരിദ്ര്യത്തിലും ഭീകരവാദത്തിലും മുങ്ങിത്താഴ്ന്നപ്പോഴും സൊമാലിലാൻഡ് സമാധാനത്തോടെയും സുരക്ഷിതമായും നിലകൊണ്ടതും ലോകം കണ്ടു. എന്നാൽ ലോകത്തിലെ ഒരൊറ്റ UN അംഗരാജ്യം പോലും സൊമാലിലാൻഡിനെ ഒരു സ്വതന്ത്ര രാജ്യമായി ഇതുവരെ അംഗീകരിച്ചിരുന്നില്ല. മുസ്ലിം നേതാവ് എന്തിനാണ് ഇസ്രയേലുമായി ഒരു കരാർ ഒപ്പിടുന്നത്? അത് ചതിയാണോ, അവർക്ക് അതിജീവനമാണോ എന്നാണ് നമ്മൾ ചോദിച്ചത്. 35 വർഷത്തെ സൊമാലിലാൻഡിലുള്ള ആളുകൾ പറയുന്നത് പോലെ അവർ നേരിട്ടത് അവഗണനയാണ് എന്നാണ്. ആ അവഗണനയ്ക്ക് ഒടുവിലാണ് അവർ ആ ചോദ്യം ലോകത്തോട് ചോദിച്ചത്. ഞങ്ങളെ ആർക്കെങ്കിലും കാണാമോ? ലോകരാഷ്ട്രങ്ങളും അറബ് ലീഗും മുഖം തിരിച്ചപ്പോൾ അതിനാദ്യമായി മറുപടി നൽകിയത് ഇതാ ഇസ്രയേലാണ്. ആ ഇസ്രയേലുമായി ഞങ്ങൾ കൈകോർക്കുന്നു എന്നാണ് സൊമാലിലാൻഡ് പറഞ്ഞത്. കഴിഞ്ഞ ഡിസംബറിൽ ഇസ്രയേൽ സൊമാലിലാൻഡിനെ ഔദ്യോഗികമായി ഇങ്ങനെ അംഗീകരിക്കുന്നുണ്ട്. ഒരു മുസ്ലിം രാഷ്ട്രത്തലവൻ ഇസ്രയേലുമായി കരാറുണ്ടാക്കിയത് മുസ്ലിം ലോകത്തോടുള്ള ചതിയായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. സൊമാലിലാൻഡിനെ സംബന്ധിച്ച് അവർ പറയുന്നത് ഇതൊരു അതിജീവന പ്രശ്നമാണ്, തങ്ങൾ ചതിയല്ല ചെയ്തത് എന്നാണ്. അറബ് രാജ്യങ്ങളോ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളോ തങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവാതിരുന്നപ്പോൾ തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് ഇസ്രയേലിൻ്റെ സഹായം സ്വീകരിക്കേണ്ടി വന്നു. എന്നാൽ ഇതിനെതിരെ സൊമാലിലാൻഡിനുള്ളിൽ തന്നെയുള്ള ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തിയും വളരെ വലിയ തരത്തിലുള്ള സർക്കാർ വിരുദ്ധ മനോഭാവങ്ങളുമൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ സൊമാലിലാൻഡിൻ്റെത് അതിജീവനമായിരുന്നില്ല. അവിടെ ആഫ്രിക്കൻ രാജ്യത്ത് അവർ നിർണായകമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരു പ്രദേശമായിട്ടാണ് ഈ സൊമാലിലാൻഡ് ഉള്ളത്. സൊമാലിലാൻഡിൻ്റെ ഈ പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങളിലെല്ലാം അകപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ ആ രാഷ്ട്രത്തെ രാഷ്ട്രമായി അംഗീകരിക്കാൻ സൊമാലിയ ഉൾപ്പെടെയുള്ള മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇതുവരെ തയ്യാറായില്ലെന്ന് മാത്രമല്ല, സൊമാലിലാൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില വ്യത്യസ്തമായിട്ടുള്ള നീക്കങ്ങളെ അവർ സാഗൂതം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയുമാണ്. പലതരത്തിൽ അഭ്യൂഹങ്ങളും ദുരൂഹതകളും നിറഞ്ഞ ആ പ്രദേശത്തിൻ്റെ അംഗീകാരത്തിന് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളും മുസ്ലിം ലോകങ്ങളുമൊക്കെ
തയ്യാറാവാതിരുന്നത്, ഐക്യരാഷ്ട്രസഭ പോലും അതിന് തയ്യാറാവാതിരുന്നത്. എന്നാൽ അവിടെയാണ് ഇസ്രയേൽ സൊമാലിലാൻഡിനെ അംഗീകരിച്ചു വരുന്നത്. അതെന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ കരാറിലൂടെ സൊമാലിലാൻഡിന് ലഭിക്കുന്നത് വലിയ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങളാണ്. കൃഷിയും കുടിവെള്ളത്തിനുമായി ഇസ്രയേലിന്റെ അത്യാധുനിക വാട്ടർ മാനേജ്മെന്റ് സാങ്കേതിക വിദ്യ ഇസ്രയേൽ കൈമാറാമെന്നാണ് പറയുന്നത്. കൂടാതെ സൊമാലിലാൻഡിന്റെ പ്രത്യേക സൈന്യത്തിന് ടെൽ-അവീവിൽ വെച്ച് ഇസ്രയേൽ കമാൻഡോകൾ പരിശീലനവും നൽകും. എന്നാൽ ഇസ്രയേൽ വെറുതെ സഹായിക്കുകയാണോ? ഒരിക്കലുമല്ല. ഇതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ സൈനിക താല്പര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതയായ ബാബൽ മന്ദബ് കടലിടുക്കിന് തൊട്ടടുത്താണ് ഈ സൊമാലിലാൻഡിന്റെ ബർബറ എന്ന് പറയുന്ന പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. യമനിലെ ഹൂത്തി വിമതർ ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകളെ ആക്രമിക്കുന്നത് തടയാൻ ഇസ്രയേലിന് ഒരു താവളം വേണം. ആ താവളം നിലവിൽ ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഈ പറയുന്ന സൊമാലിലാൻഡിലാണ്. ഈ തീരത്തൊരു സൈനിക താവളം അവർ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ബാബൽ മന്ദബിന്റെ കടന്നു പോകുന്ന കപ്പലുകളെ സംരക്ഷിക്കാനും ഹൂത്തികൾക്കെതിരെ ആക്രമണം നടത്താനും ഇസ്രയേലിന്റെ ഒരു താവളം കിട്ടും. ആ താവളമാണ് അവർ ഇവിടെ ഉറപ്പിക്കുന്നത്. സൊമാലിലാൻഡിൽ ഇസ്രയേലിന്റെ സൈനിക താവളം വരുന്നതോടെ യമനിലെ ഹൂത്തികളെയും ഇറാനെയും കൃത്യമായി നിരീക്ഷിക്കാനും ആക്രമിക്കാനും ഇസ്രയേലിന് സാധിക്കുമെന്നതാണ് പ്രത്യേകത. ഇസ്രയേലിന്റെ ഈ ഒരു കടന്നുകയറ്റം ആഫ്രിക്കൻ ഭൂപ്രദേശത്തെ ഒരു വലിയ യുദ്ധക്കളമാക്കി മാറ്റുമോ എന്ന ഭീതിയിലാണ് രാഷ്ട്രീയ നിരീക്ഷകരുള്ളത്. ഈ നീക്കത്തെ ആഫ്രിക്കൻ യൂണിയനും സൊമാലിയൻ സർക്കാരും കടുത്ത ഭാഷയിലാണ് അപലപിച്ചിരിക്കുന്നത്. സൊമാലിയയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ഇവർ ഇതിനെ കാണുന്നത്. തുർക്കിയും ഈജിപ്തും ആഫ്രിക്കയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുമ്പോൾ ഇസ്രയേൽ കൂടി എത്തുന്നതോടെ ഈ പ്രദേശം വരും ദിവസങ്ങളിൽ വലിയൊരു ചേരിപ്പോരിന് വേദിയാകുമെന്നും ഉറപ്പാണ്. തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി ഇസ്രയേലിനെ കൂട്ടുപിടിച്ച സൊമാലിലാൻഡിന്റെ നീക്കം ഒരു മാസ്റ്റർ സ്ട്രോക്ക് ഒന്നുമല്ല. ആഫ്രിക്കൻ മണ്ണിലേക്ക് ഇസ്രയേലിനെ ക്ഷണിച്ചു വരുത്തിയ വലിയൊരു ചതിയായിട്ടാണ് ലോകം അതിനെ വിലയിരുത്തുന്നത്. ആ ചതിക്ക് വരും ദിവസങ്ങളിൽ സൊമാലിലാൻഡ് കൂടി വലിയ വില നൽകേണ്ടി വരും എന്നതാണ് മറ്റൊരു പ്രത്യേകത. waytonikah.com, the exclusive Muslim matrimonial site.